ഞാൻ ഇൻട്രോ എടുക്കാറ് ഈ ഒരു ശൈലിയിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്ന നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇൻട്രോ എടുക്കാറ്. പക്ഷെ ഞാനൊരു വെറൈറ്റി ഇൻട്രോ കണ്ടു, കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട്? ഹൈ അല്ലേ, അടിപൊളിയല്ലേ? ഫോണിൽ മെസ്സേജ് വരുമ്പോ ഈ ഒരു സൗണ്ട് ആണെങ്കിൽ ആരാണെങ്കിലും ആ ഒരു സമയത്ത് മെസ്സേജ് നോക്കി പോകും. അപ്പോ ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഷെഫീന ബീബി. ഷെഫീന ബീബി എന്ന് പേരേ ഉള്ളൂ, മുസ്ലിം ഒന്നല്ല. ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്താണ് ട്രെൻഡ്, അതിന്റെ ഒപ്പമാണ്. ഇതിന്റെ ഇടയിൽ ജസ്ന സലീം ആണല്ലോ ട്രെൻഡ്. അപ്പൊ ജസ്ന സലീമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് മറുപടി എടുക്കാം. പ്ലേ ചെയ്യാം. കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന നമ്മുടെ ജസ്ന സലീം എന്ന് കേൾക്കുമ്പോ തന്നെ മുസ്ലിംസിനിടയിലുള്ള 80% ആൾക്കാർ വിചാരിക്കുന്നത് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അവരുടെ ജീവിത മാർഗമാണത്. അവരെന്ത് വേണേ ചെയ്തോട്ടെ, അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അവർ അഥവാ അങ്ങനെ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അള്ളയും അവരും തമ്മിലായിക്കോട്ടെ. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെറുതെ ഇങ്ങനെ ആക്രമിച്ചിട്ട് ഒരു യാതൊരുവിധ ഉപകാരമില്ലാത്ത പരിപാടിയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പോയിട്ട് ആക്രമിക്കുന്നത്. എന്തായാലും ബാക്കി പറ. ജസ്ന സലീമാണ് ഷെഫീന ബീബിയുടെ സബ്ജക്ട്. ഞാൻ പറഞ്ഞില്ലേ, ട്രെൻഡിനൊപ്പമാണ്. ട്രെൻഡിനൊപ്പം പോയാലേ കാശ് കിട്ടും. അല്ലാതെ കുറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു യാതൊരുവിധ റീച്ചും കിട്ടിയിട്ടില്ല. പക്ഷേ ഇതേപോലത്തെ ട്രെൻഡ് വീഡിയോ ഇടുമ്പോൾ നല്ല രീതിയിൽ റീച്ച് ആയിട്ട് നല്ലോണം പണം സമ്പാദിക്കുന്നുണ്ട് ഷെഫീന ബീബി ജി. ഇത് എടുക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എരവാദവും കൊണ്ടുവന്നിരിക്കുകയാണ്. ആ എരവാദം അവിടെ നിൽക്കട്ടെ. ആ എരവാദം വിറ്റ് ജീവിക്കാമെന്ന് നോക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരുള്ളതിനെ കൊണ്ട് തന്നെ ആ എരവാദം പറഞ്ഞവര് പോലും നാണിച്ച് തലതാത്താൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെയുള്ള കുറെ ആൾക്കാരൊക്കെ വന്ന് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ച് അവരുടെ നാണക്കേടും ആ എരയെന്ന് പറയുന്ന ആളുണ്ടല്ലോ, നാണം കെട്ട് തൊലിയുരിഞ്ഞ് നിൽക്കേണ്ടി വരും. അമ്മാതിരി കോലത്തിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സത്യം. ആദ്യം തന്നെ പറയുന്ന ഒരു അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകന് ഉസ്താദ് എന്തോ ചെയ്തതിന്റെ പേരിൽ. അത് കേൾക്കുമ്പോൾ സംഖ്യകൾക്ക് ഒരു മനസ്സുഖമായിരിക്കും. കാരണം ഉസ്താദ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാവരും സംഖ്യകൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാവരും മറ്റേ ആൾക്കാരാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലുമല്ല. ഒരു 10,000 പേരിന്റെ ഇടയിൽ ഒരു 1-2 പേര് അങ്ങനെ ഉണ്ടാവും. അത് നിങ്ങളെ പൂജാരിമാരുണ്ടാവും, പള്ളിയിലച്ചന്മാരുണ്ടാവും. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യനല്ല ഉള്ള സർവ്വസ്വാഭാവികமான വിഷയമാണ്. ചില ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവന്മാർ കുട്ടികളൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് സത്യം തന്നെയാണ്. അതായത് ഇവരെ റേപ്പ് ചെയ്തു, അയാൾ ഡോക്ടറല്ല. ജസ്ന സലീമിന് ഒരാൾ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടില്ലേ? ആ ജസ്ന സലീം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പീഡിപ്പിച്ചത് ഒരു ഡോക്ടറാണെന്ന്. പക്ഷെ ഇപ്പൊ ഷെഫീന ബീബി പറയുന്നു ഡോക്ടർ അല്ല എന്ന്. അയാൾ ഡോക്ടറല്ല, അയാൾ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. പീഡനവീരൻ ഡോക്ടറല്ല, മെന്റൽ പേഷ്യന്റ് ആണെന്നാണ് ഷെഫീന ബീബി ജി പറയുന്നത്. സത്യത്തിൽ ഇതിൽ നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? നമ്മളെ ജസ്ന സലീം പറയുന്നത് ഡോക്ടറാണെന്ന്, ഷെഫീന ബീബി പറയുന്നത് മെന്റൽ പേഷ്യന്റ് ആണെന്ന്. ഇതിൽ നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? ജസ്ന സലീം എന്ന വ്യക്തി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. എനിക്കത് അത്ര വലിയ വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ജസ്ന സലീം വരയ്ക്കുന്ന ചിത്രം വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ ബുദ്ധിയില്ലായ്മ. കാരണം ജസ്ന സലീം വരയ്ക്കുന്ന ഓരോ ചിത്രവും അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതെ, എന്തുകൊണ്ട് ജസ്ന സലീമിന് ഈ പ്രൊഫഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു? അതേ ചോദ്യം ഞാൻ നിങ്ങളോട് തിരിച്ചങ്ങ് ചോദിക്കട്ടെ. ജസ്ന സലീമിന് എന്തുകൊണ്ട് ഈ പ്രൊഫഷണൽ ഇഷ്ടപ്പെട്ടു എന്നല്ല നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പ്രൊഫഷണൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ, പണം. അതേപോലെ തന്നെയാണ് ജസ്നക്കും പണം കിട്ടുന്നുണ്ട്. ചിത്രം വരച്ചു കഴിഞ്ഞാൽ പണം കിട്ടുന്നുണ്ട്. അപ്പൊ ആ പ്രൊഫഷണൽ ആരെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവോ? ഇല്ല, അത് തന്നെയാണ് പണം. നിങ്ങളുടെ ലക്ഷ്യവും പണം തന്നെയാണ്, ജസ്നയുടെ ലക്ഷ്യവും പണം തന്നെയാണ്. ഇതിനകത്തൊരു തീവ്രവാദമുണ്ട്. അയ്യോ, തീവ്രവാദം എന്ന് മാത്രം പറയല്ലേ. അല്ലെങ്കിൽ തന്നെ എന്റെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ എന്നെ തീവ്രവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തീവ്രവാദം ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാ, അവന്മാർ എന്നെ തീവ്രവാദിയാക്കും. അതായത് ഇസ്ലാമിയരെ അകറ്റി നിർത്തുന്നവരെ അടുപ്പിച്ചു നിർത്തുന്ന തരത്തിൽ ഒരു പ്രത്യേക തരം സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞ രീതിയിൽ മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഷോർട്ടാക്കിയിട്ട് സംഖ്യകളുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, എന്നാൽ തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ബേസിക്കലി കുറെ അധികം എക്സ് മുസ്ലിം നടത്തുന്നുണ്ട്. ആ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ കുറെ എക്സ് മുസ്ലിംസ് ഉണ്ട്. എക്സ് മുസ്ലിംസ് എന്ന് വെച്ചാൽ ആദ്യം മുസ്ലിംസ് ആണ്, ഇപ്പൊ മുസ്ലിംസ് അല്ല. മുസ്ലിംസിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് എക്സ് മുസ്ലിം എന്ന് ഉദ്ദേശിക്കുന്നത്. അവന്മാരെല്ലാം ഉണ്ടല്ലോ ഈ സമൂഹത്തിന്റെ ഇടയിൽ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയോ? ഈ രാവിലെ ഒഴിവാക്കുന്ന സാധനം ഇല്ലേ, അത് തന്നെയാണ് സത്യത്തിൽ. എനിക്ക് പേര് തന്നെ വെറുപ്പാണ്. മുസ്ലിം അല്ലെങ്കിൽ വേണ്ട, വിട്ടിട്ട് പോവുക. അതെന്താണ് എക്സ് മുസ്ലിം? എക്സ് മുസ്ലിം എന്താണെന്ന് അറിയില്ല. അത് നിങ്ങളും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ്. കാരണം പൊട്ടുപൊട്ട് അതേപോലെ തന്നെ മുടിയൊക്കെ പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ എക്സ് മുസ്ലിം എന്ന് വേണേൽ പറയാം. നിങ്ങളും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾ തന്നെയാണ്. കുറെ ആൾക്കാരുണ്ട്, അതിൽ നിങ്ങളും ഒരാളാണ്. ജസ്ന സലീം എന്ന പെൺകുട്ടി ഒരു പാർവതിയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ ആയി തലയിൽ ഈ തട്ടവും ഇല്ലെങ്കിൽ ഇത് വാർത്തയാണോ? ഇതൊരു വാർത്തയാണോ എന്നല്ല ചോദിച്ചത്. അതെന്താ വാർത്തയാവാത്ത? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ ഇവിടുത്തെ വാർത്താ ചാനൽസിൽ വാർത്ത വരാറ്? അല്ലല്ലോ. ഇവിടെയുള്ള ഹിന്ദുക്കളെ പീഡിപ്പിച്ചാലും ക്രിസ്ത്യൻസിനെ പീഡിപ്പിച്ചാലും വാർത്ത പോലെ തന്നെ വരും. വെറുതെ എന്തെങ്കിലും പറയല്ലേ. ഗുരുവായൂരപ്പന്റെ നട, ഇതൊക്കെ ഞങ്ങളും ഒക്കെ പോകാറുണ്ട്. ഗുരുവായൂരപ്പന്റെ നടയിൽ നമ്മളെ എന്താ പറയാ ഷെഫീന ബീബി ഒക്കെ പോവാറുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ പോവാറുണ്ടോ? നിങ്ങൾ മുസ്ലിംസിൽപ്പെട്ട ആരെങ്കിലും അവിടെ പോവാറുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഷെഫീന ബീബി ഒക്കെ പോവാറുണ്ട്. നിങ്ങൾ പോവാറുണ്ടോ? കമന്റ് ചെയ്യട്ടാ. എന്റെ മകന്റെ നടയിരിപ്പൊക്കെ അവിടെയാണ്. അതായത് ആഹാരം ഊണ് കൊടുക്കുന്നില്ല, അതൊക്കെ അവിടെയാണ്. അപ്പോ ഷെഫീന ബീബി എന്നുള്ള പേര് മാത്രമേ ഇവൾക്ക് മുസ്ലിംസുമായിട്ട് ബന്ധമുള്ളൂ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? കാരണം ഗുരുവായൂരപ്പന്റെ നടയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഷെഫീന ബീബിയുടെ കുട്ടിക്ക് ചോറ് കൊടുത്തത്.
അതായത് ഹിന്ദുക്കളുടെ ആചാരങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഷെഫീന ബീബിയുടെ മകന്റെ ചോറൂണ് നടന്നത്. മനസ്സിലായില്ലേ? മതം ഒരു വൃത്തികെട്ട സാധനമാണ്. അങ്ങനെ ഒരിക്കലും ഒരു മതത്തെ പുച്ഛിച്ച് തള്ളരുത് സിസ്റ്റർ. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. വിശ്വസിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളിപ്പോ പറഞ്ഞത് തന്തയില്ലായ്മയാണെന്ന് ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറയും. അത് മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ച മാരക ക്യാൻസറാണ്. മതം മനുഷ്യന്റെ തലക്ക് പിടിച്ച മാരക ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്താ പറയാന്. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളോടൊക്കെ സിമ്പതി തോന്നാണ്. ഒരു മതത്തെ കുറ്റം പറയുന്നത് കാണാതിരിക്കുക. ജാമിത നിരന്തരമായിരുന്നു വിളിച്ചു പറയുന്നത് മുഴുക്ക ഇസ്ലാം വിരുദ്ധതയാണ്. ജാമിത വിളിച്ചു പറയുന്നത് ഇസ്ലാം വിരുദ്ധതയല്ല, ബുദ്ധിയില്ലായ്മ, മണ്ടത്തരം, പൊട്ടത്തരം, അങ്ങനെയുള്ള പലതും, അതായത് പലതന്തക്കുണ്ടായ വാക്കുകളൊക്കെ പറയുന്ന ഒരാളാണ് ജാമിത. അത് അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നല്ല, നല്ല പണം കിട്ടുന്നുണ്ട്. പണം കിട്ടുമ്പോൾ ഇതും പറയും, ഇതിന്റെ അപ്പുറം പറയും. സുരേഷ് ഗോപി വരെ ഈ ജസ്നയെ തൂക്കി തലയിൽ വെച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ പിന്നെ ജസ്നയെ പോലുള്ള ആൾക്കാരെ എടുത്ത് തലയിൽ തൂക്കി വെക്കാതിരിക്കുക. കാരണം മണം വലിച്ചെടുക്കണ്ടേ അല്ലേ? അവര് കാറ്റഗറി ആണെന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. അങ്ങനെയൊന്നല്ലടാ, അങ്ങനെയൊന്നല്ല. സുരേഷ് ഏട്ടനൊക്കെ മകളുടെ സ്ഥാനത്തെ കാണുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? ഗുരുവായൂരപ്പന്റെ ഭക്തയാണ് എന്ന്. ഗുരുവായൂരപ്പന്റെ ഭക്തയുള്ളവൾ എന്തിനാണ് ഈ തട്ടമിട്ടുകൊണ്ട് നടക്കുന്നത്? അത് മനസ്സിലായിട്ടില്ല. തട്ടമിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, തട്ടമിട്ട് നടക്കുന്ന മുസ്ലിം സ്ത്രീകളെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെയുള്ള സംഘികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അത് അങ്ങനെ ഉള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ തട്ടമിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് തട്ടമിട്ട് നടക്കുന്നത്. ജസ്ന സലീം എന്ന പേരെന്തിനാ ഉപേക്ഷിക്കാതെ വെച്ചിരിക്കുന്നത്? ജസ്ന സലീം എന്നുള്ള പേര് എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല എന്നാണ് ഷെഫീന ജി ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഉപേക്ഷിക്കണം? നല്ല പേരല്ലേ? ഈ പേര് മാറ്റിക്കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കൂടി സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതുകൊണ്ടാണ് ജസ്ന സലീം എന്നുള്ള പേര് ഉപേക്ഷിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ജസ്ന സലീം ഇസ്ലാം മതത്തിൽ പറഞ്ഞ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യുന്ന ഒരാളൊന്നല്ല. സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കാറ്റഗറി പെടുത്തേണ്ട ആൾ തന്നെയാണ്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ എന്റെ മതത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ വിമർശിച്ചതിനെ കൊണ്ടാണെന്ന് തോന്നുന്നില്ലേ ഇവിടെയുള്ള ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ള മതങ്ങളും അതേപോലെ തന്നെ മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ തൊയിഞ്ഞു പോവാണ് ഇസ്ലാം മതത്തിൽ നിന്നല്ലേ? അതല്ല ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം മതത്തിന് എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. ഇസ്ലാമിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടത്രേ, പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം വെണ്ണീറായി പോകുന്നു. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? നിങ്ങൾ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരന്മാരായിട്ടുള്ള 100 പേരെ എടുത്തു നോക്ക്, അതിൽ ഒരു പേര് പോലും ഒരു സ്ത്രീയുടെ പേര് കേൾക്കൂല. കാരണം വേറൊന്നല്ല, സ്ത്രീകൾ ഭരിക്കുന്ന സ്ഥലം അങ്ങനെ ആയിപ്പോകും. അതെന്ന് വെച്ചാൽ അതൊരു സത്യമാണ്, സത്യം മനസ്സിലാക്കണം. ഇനി ജസ്നയുടെ കാര്യത്തിലുള്ള സൈബർ ബുള്ളിങ്, ജസ്നയും TP സുൽഫത്തും ഒക്കെ പറയുന്ന സൈബർ ബുള്ളിങ് ഞാനും നേരിടുന്നുണ്ട്. സൈബർ ബുള്ളിങ് നേരിടുന്നത് ജസ്നയും നിങ്ങളും അതേപോലെ തന്നെ സുൽഫത്തും ഇവിടെയുള്ള കുറച്ച് സംഘിണിമാരൊന്നല്ല. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊക്കെ ക്രിയേറ്റേഴ്സ് ഉണ്ട് അവരൊക്കെ സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്. കാരണം അവന്മാർക്കൊക്കെ ഹേറ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേറൊരു പണി ഉണ്ടാവില്ല. അടിമഗോപി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ, അടിമഗോപി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ പൊങ്കാല. സംഘികളുടെ ദൈവത്തിന് സമമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. സംഘി സുരേഷ് ഏട്ടന് അവന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. കാരണം അവരെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് സഹിക്കൂല, അപ്പോൾ ആക്രമിക്കുക, അത് ഉറപ്പാണ്. ഞാൻ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിക്കുന്ന രീതിയിലുള്ള തെറി എഴുത്തുകളാണ് ഈ പറയുന്ന സംഘികൾ നടത്തിയിട്ടുള്ളത്. ഇവളുടെ പല വീഡിയോ എടുത്ത് നോക്കുക. ഒരു വീഡിയോയിൽ മുസ്ലിംസിനെ കുറ്റം പറയും, ഒരു വീഡിയോയിൽ ഹിന്ദുക്കളെ കുറ്റം പറയും, ഒരു വീഡിയോയിൽ ക്രിസ്ത്യൻസിനെ കുറ്റം പറയും, പിന്നെ അതേപോലെ തന്നെ സംഘികളെ സെപ്പറേറ്റ് ആയിട്ട് കുറ്റം പറയും. എന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഏത് കാറ്റഗറിയിലുള്ള ആളാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ആരാ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ പോയി നോക്കാം, മില്യൺ കമന്റ്സ് ആണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു മില്യൺ വ്യൂ പോവാത്ത എനിക്ക് മില്യൺ കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞതോള്? മില്യൺ കമന്റ്സോ? 1 മില്യൺ വ്യൂസ് പോയിട്ടില്ല പോലോ, പക്ഷെ മില്യൺ കമന്റ്സ് വന്നു പോലെ. അപ്പൊ ഒരാൾ തന്നെ 5-6 കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 1 മില്യൺ വ്യൂസ് കിട്ടാതെ 1 മില്യൺ കമന്റ് കിട്ടാന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ആൾ തന്നെയാണ്. ജസ്നയുടെ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഇതാണ്. ജസ്നയുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അവിടെ കേട്ടെ. എന്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വെറുതെ നിങ്ങൾ എല്ലാവരും പോയിട്ട് ജസ്നയെ ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആക്രമിച്ചാലും ആ പരിപാടി തുടർന്നുകൊണ്ടേ നിൽക്കും. അതുകൊണ്ട് ആക്രമണം കുറക്കാന്നാണ് എന്റെ അഭിപ്രായം. തലയിൽ തട്ടമിട്ടുകൊണ്ട് കാണിക്കുന്ന ഈ പ്രഹസനം, തലയിൽ തട്ടമിട്ടുകൊണ്ട് കാണിക്കുന്ന പ്രഹസനം അല്ലേ? തട്ടമിട്ടിട്ടില്ലെങ്കിൽ പ്രഹസനം കാണാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ തട്ടമിട്ടേ പറ്റൂ. ആ മതവിഭാഗത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് തട്ടമിടുന്ന സ്ത്രീകൾ ഉള്ളത് മുസ്ലിംസിൽ മാത്രമാണെന്ന്? ക്രിസ്ത്യൻസ് ഇടലുണ്ട്, ചില സമയത്ത് ഹിന്ദുക്കൾ ഇടലുണ്ട്. അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. എന്റെ അഭിപ്രായം എല്ലാവർക്കും യോജിക്കണമെന്നുമില്ല. നിങ്ങൾക്കും എന്നെ തെറി വിളിക്കാം. അയ്യോ, ഇത്രയും വിവരമില്ലാത്ത ആളാണോ ഷെഫീന ജി? നിങ്ങൾ തന്നെ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തെറി വിളിക്കാം. തെറി വിളിച്ചാലും സാരമില്ല, എന്റെ വീഡിയോന് റീച്ച് കിട്ടണമെന്നും വിചാരിച്ചുകൊണ്ട് കമന്റ് ഇടാൻ പറയുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഇഷ്ടമായിട്ടില്ല സത്യമായിട്ട്. നിങ്ങളുടെ ഈ സംസാര ശൈലിയും എന്നെ അതേപോലെ തന്നെ വലിച്ചു നീട്ടുന്ന സംസാരവും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സബ്സ്ക്രൈബും ചെയ്യില്ല, ലൈക്കും ചെയ്യില്ല, കമന്റും ചെയ്യില്ല. പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം രക്ഷപ്പെട്ടതേ ഇല്ല. പെണ്ണുങ്ങൾ ഭരിക്കുന്ന സ്ഥലം രക്ഷപ്പെട്ടേനെ. നിങ്ങളെ പോലുള്ള ഒരു 3-4 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ആ സ്ഥലം രക്ഷപ്പെട്ടേനെ. കാരണം നിങ്ങളുടെ കുരുട്ട് ബുദ്ധി കൊണ്ട് തെറി വിളിപ്പിച്ചിട്ട് പോലും പൈസ ഉണ്ടാക്കാൻ കാണിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള സ്ത്രീകൾ ഭരിക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഫോളോ ചെയ്യാം. ബൈ.